നല്ല പടമാണ്, നല്ല ക്വാളിറ്റിയാണ്, രസമുണ്ട്. മലയാളം പടം കാണുന്ന ഒരു ഫീലല്ല, 3D നല്ല രസമുണ്ട്. 3D അത് തന്നെയാണ് പടത്തിൻ്റെ ഹൈലൈറ്റ്. രസമുണ്ട് കാണാൻ. സംവിധാനം കുഴപ്പമില്ല, കൊള്ളാം. ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഡെബ്യൂ അല്ലേ, നമ്മൾ ഡെബ്യൂ ഡയറക്ഷൻ അല്ലേ, അടിപൊളിയാണ് പടം, അടിപൊളിയാണ്. 3D നല്ല രസമുണ്ട്, അടിപൊളി മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ് പടത്തിൻ്റെ. റീസെൻറ്റ് ഫിലിമാണ്, പക്ഷേ പടത്തിൻ്റെ സ്ക്രീൻ പ്ലേയൊന്നും അത്ര ബുക്കിംഗ് അല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കൊക്കെ എക്സ്ട്രാ ഓർഡിനറി ആണ്. ഒരു മോണുമെൻ്റൽ എഫേർട്ടാണ് മോഹൻലാൽ ആസ് എ ഡയറക്ടർ. പക്ഷേ പടം കുറച്ചും കൂടെ എൻഗേജിങ് ആവുമായിരുന്നു. ഈ പാരൻസ് ഓഫ് ദ കരീബിയൻ ആ ഒരു വൈബൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ 3D വർക്കാണെങ്കിലും പ്രൊഡക്ഷനൊക്കെ ഭയങ്കര അമേസിംഗ് ആണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. സ്ക്രീൻ പ്ലേ അത്ര ബുക്കിംഗ് അല്ല, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്നു. എന്താ പറയുക, എല്ലാവരും ലാലേട്ടൻ പറയാൻ പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ്. ഫാൻസാർ ലാലേട്ടനെ മുണ്ടോടക്കി കുത്തും മീശ വെച്ചും പോലെ പോരുന്നത് പക്ക. അതായത് നമ്മൾ പണ്ട് നമ്മൾ മൈഡിയർ കുട്ടിച്ചാത്ത കണ്ടപ്പോൾ എങ്ങനെ ഫീൽ ചെയ്ത് ആ രീതിയിലാണ്. 3D പക്ക 3D ആയിട്ട് എടുത്തേക്കാണ്. അല്ലാതെ നമ്മൾ 2D ആക്കിയിട്ട് പിന്നെ റെൻഡർ ചെയ്ത് 3D ആക്കിയതല്ല. വിഷ്വൽ ട്രീറ്റ് ഉണ്ട് നല്ല. മോസ്റ്റ്ലി എനിക്കൊന്ന് പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. വലിയവർക്ക് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ പറഞ്ഞില്ല, ഇപ്പോൾ ക്രിസ്മസ് അവധി ദിവസമാണ്, മാർക്കോയ്ക്ക് എന്തായാലും പിള്ളേർക്ക് കയറാൻ പറ്റുന്നു. പ്രോബബ്ലി ഫാമിലി ഓഡിയൻസ് പിള്ളേർക്ക് കയറിയാൽ കൊടുത്ത പൈസയ്ക്ക് എനിക്ക് വെറുതായിട്ട് തോന്നുന്നു. നല്ല 3D അല്ലായിരുന്നു, നല്ല ഡയറക്ടറിൻ്റെ ഡയറക്ഷൻ അത്യാവശ്യം മോശമായില്ല. എന്നെ സംബന്ധിച്ച് ആസ് എ ഡയറക്ടർ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ വിജയിച്ചിട്ടുണ്ട്. ആസ് എ പെർഫോമറും പുള്ളി ബറോസായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമ പുള്ളിക്ക് വേണമെങ്കിൽ ഒരു വേറെ സിനിമ എടുക്കാം, ഇല്ലെങ്കിൽ ഇത്രയും റിസ്ക് ഒന്നും എടുക്കേണ്ട, ആദ്യമായിട്ട് സംസാരം. പക്ഷേ പുള്ളി പറയുന്നുണ്ട്, എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു കഥയുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടി. അതായത് ഈ സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞാൽ 389 വർഷമായിട്ട് നിധി കാക്കുന്ന ഒരു ഭൂതത്തിൻ്റെ കഥയാണ്. അത് അദ്ദേഹം ആർക്ക് വേണ്ടി നിധി കാത്തു, എന്തിനാണ്, അതാണ് സിനിമയെ പറയുന്നത്. സിനിമയിൽ ചെറിയ ചെറിയ കുറവുകളുണ്ട്. ചെറിയ ചെറിയ കുറവുകളെന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള കുറേ പേരെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സിനിമയുടെ കഥയും അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരു ഇമോഷൻസ് സിനിമ തുടങ്ങി പോകെ നമുക്ക് കിട്ടില്ല. മോഹൻലാലിൻ്റെ പെർഫോമൻസ് കിട്ടും ബാക്കി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇസ എന്ന് പറയുന്ന കുട്ടി, ബറോസ് പാപ്പ എന്ന് പറയുന്ന ഒരു ഇമോഷനുണ്ട്, അത് നമുക്ക് കിട്ടും. പിന്നെ 3D ഏരിയസ് ഫ്ലെക്സിൻ്റെ ഗുണവും ഈ സിനിമ ഫുള്ളി 3D ഷോട്ട് ചെയ്തതിൻ്റെ ഗുണവും കിട്ടിയിട്ടുണ്ട്. കാരണം ഭയങ്കര ഇൻറ്റൻസ് സ്റ്റെപ്പാണ്. മൈഡിയർ കുട്ടിച്ചാത്തൻ ഞാൻ രണ്ടാമത് റിലീസ് തിയേറ്ററിൽ കണ്ടാണ്. ആദ്യം റിലീസപ്പോൾ ഞാൻ കൊച്ചായിരുന്നു, അപ്പോഴും കണ്ടിട്ടില്ല. അപ്പോൾ അതിലും നമുക്ക് ഈ 3Dക്ക് വേണ്ടി അപ്പോഴത്തെ ഒരു ടെക്നിക്കാണ്, ഇങ്ങനെ ഒബ്ജക്ട്സ് ഒക്കെ അടുത്തോട്ട് കാണിക്കും. ഇതിലും അങ്ങനെ കുറേ സാധനമുണ്ട്, പക്ഷേ അതൊക്കെ നല്ല അടിപൊളി എഫക്റ്റ് കിട്ടും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്, ഒരു പാട്ട് നമ്മൾ യൂട്യൂബിൽ കണ്ട പാട്ട്, ഗൾഫിൽ പുള്ളി ലോഞ്ച് ചെയ്തത്. ആ പാട്ടൊക്കെ നല്ല എഫക്റ്റാണ്. കുറേ 3D, അത് നമ്മൾ പറയില്ലേ, മലയാള സിനിമയിൽ നമ്മൾ വിദേശ സിനിമകൾ ഒരുപാട് 3D എഫക്റ്റ് കണ്ടിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ AR എനിക്ക് ഇഷ്ടപ്പെട്ടു. 3D ആണ്, അത് കൺവേർട്ടഡ് 3D ആണ്. ഇത് ഫുള്ളി 3D ഷോട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സിനിമയുടെ കഥ എന്ന് പറഞ്ഞൊരു ഫെയറി ടൈലാണ്, ഒരു മുത്തശ്ശി കഥയാണ്. നമ്മൾ ഭയങ്കര സംഭവങ്ങളൊന്നും വിചാരിക്കണം. ഈ ബറോസ് പാപ്പയും ഇസയും തമ്മിലുള്ള ഒരു സ്ഥാനമാണ്. അപ്പോൾ അതിൽ നിധി കാക്കും ഭൂതത്തിൻ്റെ ഒരു കഥ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ശിവൻ്റെ ക്യാമറ, സന്തോഷ് രാമൻ്റെ ആർട്ട് വർക്ക്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാസ്റ്റിംഗ് ചിലവരെ ഒഴിവാക്കിയായിരുന്നു. നമ്മുടെ മിന്നൽ മുരളിയുടെ വലിയ പുള്ളി ആവശ്യമില്ലായിരുന്നു. പിന്നെ ആൻ്റണി പെരുമ്പോൾ അത് പുള്ളിയുടെ മോഹൻലാലിൻ്റെ കൂട്ടുകാരെയൊക്കെ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ടെക്നിക്കലി ആസ് എ ഡയറക്ടർ ഒരു ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളൊരു പടം പുള്ളിയുടെ ഈ 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ കുട്ടികൾക്കും ഫാമിലിക്കായിട്ട് വേണ്ടി അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. അത് നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കളിയാക്കാനുള്ളതോ അല്ലെങ്കിൽ പുള്ളിയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ടെക്നിക്കലി ഈ സിനിമയെ ഇങ്ങനെ കൊണ്ടുവരാൻ ഒരുപാട് പാടാണ്. അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു. ഭയങ്കര എഫേർട്ടാണ് പുള്ളി. ടെക്നിക്കലി പടം നല്ല സൗണ്ടാണ്. നമ്മൾ സ്ക്രീൻ പ്ലേയിലും സ്റ്റോറിയിലും ഒക്കെ ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ട്. കാസ്റ്റിങ്ങിൽ അത് ഒരു സിനിമ എടുക്കുമ്പം പൂർണ്ണമായിട്ടുള്ള ഇതല്ല. പക്ഷേ സംവിധാനം മോഹൻലാൽ എന്ന അവസാനം എഴുതി കാണിക്കുമ്പോൾ, ആദ്യം നമുക്കൊരു രോമാഞ്ചം വരും. അവസാനം എഴുതി കാണിക്കുമ്പോൾ പുള്ളി ഇത്രയും ഒരു ക്വാളിറ്റി പടം മലയാളത്തിൽ സംഭാവന ചെയ്തതിൽ നമുക്ക് അഭിമാനിക്കാം. തിയേറ്ററിൽ വന്ന ഈ സിനിമയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാതെ OTTയിലോ അല്ലാതൊക്കെ കണ്ടു കഴിഞ്ഞാൽ 2D ഒക്കെ ആയിരിക്കും. 3D തന്നെ ഈ പടം കാണിക്കും. 3D കണ്ടു കഴിഞ്ഞാൽ ആ ബറോസിൻ്റെ ലോകത്തോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് അത് നല്ല വിഷ്വലി ഗ്രാൻഡിയറായി അങ്ങനെ എനിക്ക് പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു മഹാനടൻ്റെ ഒരു സംവിധാനം അത് ചെയ്തതിൽ ഏറ്റവും മലയാളത്തിൽ ഇത്രയും വലിയൊരു മഹാനടൻ ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്തു. നല്ല പക്ക ഫ്രെയിമായിരുന്നു, നല്ല വിഷ്വലായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ശരിക്കുള്ള കാര്യം എന്താണെന്ന് ഈ കാണുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവർക്കൊക്കെ വർക്കൗട്ട് ആണെങ്കിൽ കൽക്കി പോലത്തെ വലിയ പടങ്ങളൊക്കെ അവർക്ക് വർക്കൗട്ട് ആവുള്ളൂ. ഇതിൽ ശരിക്കും സീരിയസ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയത എന്താണെന്ന് നമ്മൾ മനസ്സിലാവും. അതായത് ഞാനും ഇപ്പോൾ ബ്രോയുമായിട്ടുള്ള ഒരു മുൻകാലമായിട്ടുള്ള വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആത്മീയ ബന്ധം, ആ ഒരു ആത്മബന്ധമാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഈ ബറോസ് പപ്പ എന്ന് പറയുന്നതും ഒരു കൊച്ചുമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ പടം. അതാണ് ഒരു ആത്മബന്ധം. അതാണ് ആ കൊച്ചിനെ കാണുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ ഞാനും ഇപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് വർഷം 10-25 വർഷത്തിന് ശേഷം നമ്മൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ചായിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആത്മീയത, ഒരു ആത്മബന്ധമാണ്. അതാണ് ബറോസ് പപ്പ എന്നുള്ളൊരു ഇത്. പിന്നെ എന്നിട്ട് പറയാൻ
ബാക്കിയുള്ളവരൊക്കെ പറയട്ടെ, നമ്മുടെ തിയേറ്ററിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ഗുണ്ടകൾ വന്ന് നമ്മളെ അടിക്കുകയും പിടിക്കാനും വരികയും എൻ്റെ കോസ്റ്റ്യൂം വലിച്ചു കീറുകയും ഇതൊക്കെ ഞാൻ വണ്ടി ഓടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇത് ലാലേട്ടൻ വല്ല കാണുന്നുണ്ടോ? ആരും കാണുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ആർക്കും റിവ്യൂ എടുത്തില്ല. നമുക്ക് ആരും പേടിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല. നല്ലതെന്ന് തന്നെ പറയണം, മനസ്സിലായില്ലേ? എൻ്റെ ഡ്രസ്സും കയറി എന്നെ തൊപ്പിയും എടുത്ത് വെച്ച് ഇവന്മാരെന്തിനാ ഗുണ്ടായിസാണ് കാണിക്കുന്നത്. ഞാൻ വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്നത് ഞാൻ ലാലേട്ടനെ കളിയാക്കുന്നത്. എങ്കിൽ പിന്നെ എത്രയോ പേര് തുണി. ഞാൻ എൻ്റെ വസ്ത്രധാരണം ചെയ്യണത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് വസ്ത്രധാരണം ചെയ്യണത്. ഞാൻ പൈസ കൊടുത്ത് തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പോൾ ഒരു പൈസ കൊടുത്ത് കാണുമ്പോഴത്തേക്ക് ഒരു റിവ്യൂ അത് എങ്ങനെ കൊടുക്കണം? കാര്യം നമ്മളെ പ്രതീക്ഷ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ എന്തോ എങ്ങനെ ആയിക്കോട്ടെ, അതല്ല നമ്മളൊരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. അത് ലാലേട്ടനെല്ലാം മമ്മൂക്കയല്ല യാതൊരു നടനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടായുസം കാണിച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? എനിക്കും ചോദിക്കാനും പറയാൻ ആളില്ലാത്തതുകൊണ്ടൊന്നുമല്ല, എനിക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരും ഉണ്ട്. ഇതിൽ എന്ന് എന്നെ പിടിച്ച് തള്ളിയതും എൻ്റെ ഡ്രസ്സ് വലിച്ച് കീറിയവന്മാരെല്ലാവരും എനിക്കറിയാലും ഒട്ടുമിക്കവന്മാർ എന്നെ എന്താ പറയുക, ഞാൻ ലാലേട്ടനെ എന്തെന്ന് കുറ്റം പറയാനാണ് ഇവിടെ വന്നത്? ഞാൻ ലാലേട്ടനെ കുറ്റം പറയാൻ എത്ര തിയേറ്ററിൽ എത്ര പേര് ഓരോന്നും പടം ഇൻ്റർവെൽ ആവണതിന് മുമ്പായിട്ട് വന്നത് ലാലേട്ടനെ പടം കൊള്ളൂലെന്ന് എത്ര പേരൊന്ന് പറയാണ്. അവരെയൊക്കെ തേടി പിടിച്ച് അടിക്കാത്തത് ഞാനിവിടെ മര്യാദയ്ക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ അടിക്കാൻ വേണ്ട ആവശ്യം വന്നു. ഞാൻ അതിൽ അയാളെ പടം കൊള്ളൂലെന്ന് പറഞ്ഞാൽ, അയാൾ അഭിനയം കൊള്ളൂലെന്ന് പറഞ്ഞാൽ, മലയാളത്തിലൊരു മഹാനടനാണ് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ, അവരെ പടം നമുക്ക് കൊള്ളൂലെങ്കിൽ നമ്മളെന്തിനു പറയാം, ആ പടം മാത്രം പോരാ എന്ന് മാത്രം നമ്മൾ പറയാം. അല്ലെങ്കിൽ അയാളെ നമ്മൾ കുറ്റമൊന്നും ചീത്തയെന്ന് നമ്മൾ ഇവരായിട്ടും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഗുണ്ടായുധം കാണാൻ ഞാൻ എത്ര രൂപ മുടക്കിയെന്നറിയാമോ? ഞാൻ 3 ദിവസം കൊണ്ടാണ് ഞാൻ കോസ്റ്റ്യൂമെല്ലാം ഒപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ വന്നത്. ഞാൻ എന്നിട്ട് പോകാമാടത്തിന് കാണിക്കുന്നത് ഈ പറയുന്നവരെയൊക്കെ തറവാട് സ്വത്താണത്, അല്ലെങ്കിൽ എൻ്റെ തറവാട് സ്വത്തായത്. എനിക്ക് വസ്ത്രധാരണമായിട്ട് എനിക്ക് വന്നുകൂടി. എന്തുകൊണ്ട് എനിക്ക് വന്നുകൂടാ? വരാൻ പറ്റാത്ത കാര്യം എന്തിന്? എല്ലാവരും കൂടെ കാണിച്ച കാര്യങ്ങളാണ്. എന്നെ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനും പറയാനാണല്ലോ. എനിക്ക് നിയമപരമായിട്ട് പോവാം. എന്താണ് നാളെ എനിക്ക് അവരെ മുഖത്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് പോകാത്തത്. ഇവർ സിനിമ കാണുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വിഷ്വലുണ്ട് എന്നെ പിടിച്ച് തള്ളിയതൊക്കെ. എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് കേസ് കൊടുത്തിട്ട് എനിക്ക് ആളെ കൊണ്ടുവന്ന് തിരിച്ചിറങ്ങുമ്പോൾ സംസാരിപ്പിക്കാറ്. കാര്യം ഇത്രയും ജനങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു ദിവസമായിട്ട് എന്തിനാണ് അത് ചെയ്യണത്? ഇവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവരിത് ചെയ്തിട്ട് ഇവർക്ക് എന്തിനാ വയറ് നിറഞ്ഞ? ഇവർക്ക് വയറ് നിറഞ്ഞ എന്നെ പിടിച്ചിങ്ങനെ അറിയപ്പെടുത്തേക്ക് അവർ വയറ് നിറഞ്ഞ. ആ സമയത്ത് മീഡിയ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും ഇവിടുത്തെ CCTV ക്യാമറയിലുണ്ട്, എൻ്റെ വിഷ്വലുണ്ട് എന്നെ പിടിച്ച് തള്ളിയത്. ഇപ്പോൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാമെന്നുള്ളവരായിരുന്നാലും ശരി, എൻ്റെ സുഹൃത്തായിരുന്നാലും ശരി, എന്നെ അറിയാമെന്നുള്ളവരൊക്കെ നമ്മളിത് കഴിഞ്ഞ് തന്നെയാണ് വന്നത്, മനസ്സിലായില്ലേ? ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നൊരു സ്റ്റാഫാണ്. എൻ്റെ വീടുകൾ എല്ലാവരും കാണും. എനിക്ക് 2 മക്കളുണ്ട്. പക്ഷേ ഇത് എൻ്റെ അടുത്ത് കാണിച്ചതേ മഹാപോകൃതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാം. ഇതുകൊണ്ട് ഞാൻ നെഗറ്റീവ് പറഞ്ഞില്ല, ഞാൻ പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും ഒന്ന് പണം കാണണം. അപ്പം ഇനി ഞാനത് പറയുമ്പോഴത്തേക്ക് ഞാൻ മോഹൻലാലിനെ കുറ്റം പറയണമല്ല, ആരും കുറ്റം പറയണമല്ല. എത്ര തിയേറ്ററുകളിൽ എത്ര പേര് നെഗറ്റീവ് പറയണം? ലാലേട്ടൻ്റെ അന്ന് പടം ഇറങ്ങിയപ്പോൾ തന്നെ കൊള്ളൂലെന്ന് പറഞ്ഞു എത്ര പേര് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, എന്തെല്ലാം പറയുന്നു.